2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൽ പൊതിയുടെ ജനകീയ ശുചീകരണം നടത്തി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിൽ പൊതുയിട ജനകീയ ശുചീകരണം നടത്തി. സർക്കിൾ 8 ഉൾപ്പെടുന്ന 12 ഡിവിഷനിലെ അസിസി സദന് സമീപമാണ് തുടക്കം കുറിച്ചത്. യൂത്ത് ഹെൽത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ഷാജി അധ്യക്ഷത വഹിച്ചു. ജയ് മാലിനി സ്വാഗതം പറഞ്ഞു. കൗൺസിലർ സോണിക്കർ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അന്ന പദ്ധതിയുടെ വിശദീകരണം നടത്തി. ശോഭനം വാലുമേൽ റെസിഡൻസ് ഭാരവാഹികളായ സൗമ്യ ഗിരീഷ്, ജോസഫ് എന്നിവർ സംസാരിച്ചു. രാജു യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. നമുക്ക് അറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇപ്പോൾ അന്ന സൂചിപ്പിച്ചത് 3942 റാങ്കിലായി നമുക്ക് എടുത്തു വെച്ചാൽ ഇന്ത്യയിലാകെ സ്വച്ഛ് മിഷൻ്റെ ഇതെടുക്കുമ്പോൾ നമ്മൾ റാങ്ക് 3000 ഇതിലായിരുന്നു, മേളിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 1ാം റാങ്ക് ഇൻഡോറിനാണെങ്കിൽ പോലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം 50ാമത് 100ൽ ഇടം നേടി. കേരളത്തിലെ 80 മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും 100ൽ 80 എണ്ണത്തിൽ നമ്മൾ മുൻതൂക്കം കഴിയും. അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ 1ാമതായി കൊച്ചിൻ കോർപ്പറേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം, ഒട്ടേറെ കഷ്ടപ്പാടുകൾ നമ്മൾ ഈ കഴിഞ്ഞ 1 വർഷക്കാലം ഗവൺമെൻറ് ശുചിത്വ കേരളവുമായി ബന്ധപ്പെട്ട്, ശുചിത്വ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശമാകെ, നമ്മുടെ മാത്രമല്ല കൊച്ചിൻ കോർപ്പറേഷൻ മാത്രമല്ല കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും അതുപോലെ പഞ്ചായത്തുകളും അതുപോലെ കോർപ്പറേഷനുകളും എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഒട്ടനവധി പ്രവർത്തകർ. അതിന് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ മാലിനി മാഡം പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായത് നമ്മുടെ ശുചീകരണ തൊഴിലാളികളാണ്. ആ ശുചീകരണ തൊഴിലാളികൾ ഉണ്ടായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ കൗൺസിലറോ മറ്റോ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാനിറ്റേഷൻ വർക്കേഴ്സ്, അതുപോലെ തന്നെ കൗൺസിലർ, ഇവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയാണ് മെയിനായിട്ടും കിട്ടാൻ കാരണം. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ തോപ്പുംപടി ഡിവിഷനിലാണ് നമ്മൾ ഫസ്റ്റ് സ്വച്ഛ് സർവേഷൻ ആരംഭിച്ചത്. അത് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഷാജി സാറാണ്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീടുകളിലായിരുന്നു നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. സാറ് നല്ല അടിപൊളിയായിട്ട്, കാരണം ഫസ്റ്റ് തന്നെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുപോയി ഫോട്ടോ എടുപ്പിക്കാനും, അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ തോപ്പുംപടി ഡിവിഷനിൽ നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിനും, കാരണം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ്, ഹൗസ് ഹോൾഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഷോപ്പുകൾ, അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്ക്, ടോയ്ലറ്റുകൾ, ഇവിടെ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കും നമുക്ക് എല്ലാ അടിസ്ഥാനത്തിലും എല്ലാത്തിനും ഫുൾ മാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു ഇതായിരുന്നു. ഇത് ഫോളോ ചെയ്തിട്ടാണ് മറ്റ് ഡിവിഷനിലും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ നമ്മളിത് വളരെ ഒരു നിർണായക സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് നമ്മൾ സ്വച്ഛ് സർവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചി നഗരസഭ ഒരു ഭയങ്കരമായ ഒരു കുതിച്ച് ചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 416 മറ്റുള്ള റാങ്കിൽ നിന്ന് 3090 റാങ്കിൽ നിന്ന് ഇന്ന് ദേശീയ തലത്തിൽ 50ാം റാങ്കിലേക്ക്, അതായത് വൃത്തിയുടെ കാര്യത്തിൽ നഗരസഭയുടെ കുതിച്ചു ചാട്ടമാണ് നടന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.